വേഗം വിസ്മൃതിയിൽ മറഞ്ഞുപോയ മുൻ പ്രധാനമന്ത്രിയാണ് PV നരസിംഹറാവു. പണ്ഡിതൻ, ശക്തനായ ഭരണാധികാരി, അതിനൊപ്പം വിവാദങ്ങളും നിറഞ്ഞ രാഷ്ട്രീയ ജീവിതം. കോൺഗ്രസ് പാർട്ടി പോലും നരസിംഹറാവുവിനെ മറന്നു. നരസിംഹറാവുവിന്റെ ഭരണകാലത്തെ സാമ്പത്തിക പരിഷ്കാരങ്ങളെല്ലാം വിമർശനത്തിന് വിധേയമായി. എന്നാൽ എതിർത്തവർ തന്നെ പിന്നീട് അദ്ദേഹം കൊണ്ടുവന്ന സാമ്പത്തിക നയങ്ങളുടെ പതാകവാഹകരായി മാറി. റാവുവിന്റെ ധനകാര്യമന്ത്രിയായ മൻമോഹൻ സിംഗ് ആണ് ആ സാമ്പത്തിക നയങ്ങളുടെ ക്രെഡിറ്റ് സ്വന്തമാക്കിയത്. ഇപ്പോഴിതാ വീണ്ടും PV നരസിംഹറാവുവിന്റെ പേര് മാധ്യമങ്ങളിൽ നിറയുന്നു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ റാവുവിനെ മരണാനന്തരം ഭാരതരത്ന നൽകി ആദരിച്ചിരിക്കുന്നു. കോൺഗ്രസിനെ പോലും അമ്പരപ്പിച്ച നീക്കം. വെറും നീക്കമല്ല, രാഷ്ട്രീയ നീക്കം. മോദി സർക്കാരിന്റെ പ്രവൃത്തിയെ പ്രശംസിച്ചും കോൺഗ്രസിനെ അതിരൂക്ഷമായി വിമർശിച്ചും റാവുവിന്റെ ചെറുമകൻ NV സുഭാഷ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. എന്താണോ BJP കണക്ക് കൂട്ടിയത് അതുതന്നെ സംഭവിച്ചിരിക്കുന്നു. ഗാന്ധി കുടുംബത്തെയും കോൺഗ്രസിനെയും വിമർശിച്ചാണ് അദ്ദേഹത്തിന്റെ ചെറുമകൻ NV സുഭാഷ് രംഗത്ത് വന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ പരാജയങ്ങൾക്ക് നരസിംഹറാവുവിനെ ബലിയാടാക്കുകയാണ്. ഇതിൽ ഗാന്ധി കുടുംബത്തിന് പ്രധാന പങ്കുണ്ടെന്നുമാണ് അദ്ദേഹത്തിന്റെ വിമർശനം. PV നരസിംഹറാവു കോൺഗ്രസ് പാർട്ടിക്കാരനാണെങ്കിലും പ്രധാനമന്ത്രി മോദി അദ്ദേഹത്തെ ആദരിച്ചു. UPA സർക്കാരിനെയും പ്രത്യേകിച്ച് ഗാന്ധി കുടുംബത്തെയുമാണ് ഞാൻ കുറ്റപ്പെടുത്തുന്നത്. 2004 മുതൽ 2014 വരെ കേന്ദ്രത്തിൽ UPA സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ ഭാരതരത്ന അദ്ദേഹത്തിന് നൽകിയില്ല. മറ്റു നേതാക്കളെ നിരന്തരം അംഗീകരിക്കുന്ന മോദിയുടെ നിലപാട് അഭിനന്ദനാർഹമാണ്. ഈ ബഹുമതി അഭിമാനകരമാണ്. ഞങ്ങൾക്ക് ലഭിച്ച വലിയൊരു ബഹുമതിയാണിത്, സുഭാഷ് പറഞ്ഞു. ഇതിനപ്പുറം ഒരു രാഷ്ട്രീയ നേട്ടം BJPക്ക് കിട്ടാനുണ്ടോ? എതിരാളികളെ പോലും അംഗീകരിക്കുന്ന സർക്കാർ എന്ന ഇമേജ് അല്ലേ ഇതിലൂടെ മോദി സർക്കാർ സ്വന്തമാക്കിയത്. മുൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിനും മരണാനന്തര ബഹുമതിയായി ഭാരത് രത്ന സമ്മാനിച്ചു. ബീഹാറിന് പിന്നാലെ UPയിലും ഇന്ത്യ മുന്നണിയിൽ വിള്ളൽ വീഴ്ത്താൻ BJP അണിയറ നീക്കം നടത്തുന്ന സൂചനകൾക്കിടെയാണ് ചരൺ സിംഗിന് ഭാരത് രത്ന നൽകിയത്. ചരൺ സിംഗിന്റെ മകൻ അജിത് സിംഗ് സ്ഥാപിച്ചതും നിലവിൽ അദ്ദേഹത്തിന്റെ ചെറുമകൻ ജയന്ത് ചൗധരി നയിക്കുന്നതുമായ രാഷ്ട്രീയ ലോക്ദളിനെ NDAയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നതായി വാർത്തകളും പുറത്തു വന്നിരുന്നു. സമാജ്വാദി പാർട്ടി, കോൺഗ്രസ്, RLD എന്നിവ ഉൾപ്പെട്ട ഇന്ത്യ മുന്നണി പുലർത്താൻ ലക്ഷ്യമിട്ടാണ് BJPയുടെ നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAയുടെ ഭാഗമായി മത്സരിക്കാൻ 4 സീറ്റാണ് RLDക്ക് BJP വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. UPയിൽ 7 സീറ്റ് നൽകാമെന്ന് SP നേതാവ് അഖിലേഷ് യാദവ് RLDയെ അറിയിച്ചിരുന്നു. മുൻ തെരഞ്ഞെടുപ്പുകളിൽ SPക്കൊപ്പം ഉറച്ചുനിന്ന ജയന്ത് നിലവിൽ SPയുടെ ക്വാട്ടയിൽ രാജ്യസഭാംഗമാണ്. RLD BJP രഹസ്യ ചർച്ചകളുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ ഭാരതരത്നം പ്രഖ്യാപനമെന്ന അഭ്യൂഹങ്ങൾക്കിടെ NDAയിലേക്ക് എന്ന സൂചന നൽകി ജയന്ത് ചൗധരി രംഗത്ത് വന്നു. പടിഞ്ഞാറൻ UPയിലെ ജാട്ട് സമുദായമാണ് RLDയുടെ വോട്ട് ബാങ്ക്. കഴിഞ്ഞ ഏതാനും തെരഞ്ഞെടുപ്പുകളായി ഈ മേഖലയിലെ ജാട്ട് വോട്ടർമാർ BJPക്കൊപ്പമാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1 സീറ്റ് പോലും നേടാൻ RLDക്ക് സാധിച്ചില്ല. ഇക്കുറി BJPക്കൊപ്പം നിന്ന് പ്രയോജനമുണ്ടാകുമെന്നാണ് RLDയുടെ ചിന്ത. ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായിരുന്ന കർപ്പൂരി ഠാക്കൂറിന് മരണാനന്തര ബഹുമതിയെ ഭാരതരത്നം നൽകിയിരുന്നു. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെയാണ് കർപ്പൂരി ഠാക്കൂറിനും ഭാരതരത്നം നൽകിയതെന്ന വിലയിരുത്തലുകളും അതിനിടയ്ക്ക് പുറത്തു വന്നു. കർപ്പൂരി ഠാക്കൂറിന്റെ മകൻ രാംനാഥ് ഠാക്കൂർ JDU നേതാവും രാജ്യസഭാംഗവുമാണ്. പിന്നാലെ JDU നേതാവ് നിതീഷ് കുമാർ ഇന്ത്യ മുന്നണി വിട്ട് NDAയ്ക്കൊപ്പം ചേർന്ന് വീണ്ടും മുഖ്യമന്ത്രിയായി. രാഷ്ട്രീയത്തിൽ 18 അടവും പയറ്റുകയാണ് BJP. അമ്പരന്ന് നിൽക്കുകയാണ് കോൺഗ്രസ്. ഇന്ത്യ മുന്നണിയുടെ നിലനിൽപ്പ് പോലും ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്.